ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മളെല്ലാവരെയും കൊതിപ്പിക്കുന്ന KFC ചിക്കനാണ്. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണാം. ഈ KFC ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ ചിക്കൻ ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ നെയ്യും എല്ലാം മാറ്റി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. സ്കിന്നോടുകൂടി കിട്ടുവാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. ഇതിപ്പോൾ സ്കിന്നില്ലാതാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഇതേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് മസാലകൾ മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതേപോലെ ആഴത്തിൽ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന മസാലയെല്ലാം ഇറങ്ങിക്കോളും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. KFCക്ക് ഒത്തിരി മുളക് ചേർക്കേണ്ട കാര്യമില്ല. മുളകിൻ്റേതായ കളറ് KFCക്ക് അങ്ങനെ വരുന്നില്ല. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. ഇതൊരു 2 ടേബിൾ സ്പൂണുണ്ട്. 4 ചെറിയ ഉള്ളിയും 10ഓളം വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതാണ്. ഇതിനകത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് രണ്ടും ചേർത്തുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ടേസ്റ്റ് വളരെ നല്ലതാണ്. വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനിയും ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് സോയാ സോസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ നാരങ്ങയാണ് കിട്ടിയത്, വലിപ്പം കുറവാണ്. അതുകൊണ്ട് ഇതേപോലത്തെ 3 നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കും. വലിയ നാരങ്ങയാണെങ്കിൽ 2 എടുത്താൽ മതി. നാരങ്ങ കൈവശം ഇല്ലെങ്കിൽ പകരം തൈരാണേലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1 കപ്പ് തൈരൊക്കെ ഇതിന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് വേണം ബാക്കി കൂട്ടിലേക്ക് ഇത് തയ്യാറാക്കാനായിട്ട്. ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പം അതിലെ കുരുകളെല്ലാം എടുത്ത് മാറ്റിക്കളയണം. അതിൻ്റെ അകത്ത് കിടക്കരുത്. വീണ്ടും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതേപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഈ ചിക്കനിലേക്ക് തിരുമ്മി ചേർക്കണം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇതിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് KFC ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഇത് തയ്യാറാക്കാവുള്ളൂ. ഞാനിപ്പോൾ 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം വളരെ നല്ലതാണ് കഴിക്കാനായിട്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി അത് ഡിപ്പ് ചെയ്യാനുള്ള കൂട്ട് തയ്യാറാക്കാം. ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അത് തയ്യാറാക്കാം. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഈ കപ്പിന് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ എടുത്ത മൈദയുടെ പകുതി കോൺഫ്ലോറാണ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഓട്സ് ആണ്. അതും ചേർത്ത് കൊടുക്കാം. ഇത് 3ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. KFC പുറത്തെ കൂട്ട് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ തയ്യാറാക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും. KFCക്ക് അത് എരിവില്ലാത്തതുകൊണ്ട് മുളക് അത്രയും ചേർത്താൽ മതി. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത്
ചുക്ക് പൊടിച്ചതാണ്. നല്ല ടേസ്റ്റിന് വേണ്ടി അത് ചേർത്ത് കൊടുക്കണം. അടുത്തായിട്ട് ചേർക്കുന്നത് ഒറിഗാനോയുടെ 1 ടീസ്പൂണാണ്. ഒറിഗാനോ ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പൗഡർ ചേർത്ത് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് കിട്ടും. വീണ്ടും ചേർക്കുന്നത് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. അതും ചേർത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് KFCയുടെ പുറത്തെ കോട്ടിങ്ങിൽ വരുന്നത്. മിക്സ് ചെയ്ത പൗഡർ വലിയൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ പീസുകൾ ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് മുക്കിയെടുക്കാനായിട്ട്. ഇനി ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ ചിക്കൻ പീസുകളുണ്ടല്ലോ, അത് ഈ പൗഡറിലേക്ക് മുക്കി കൊടുക്കും. ഇതേപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇനിയും ഈ ഓരോ മുക്കിയ പീസുകളെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെയൊന്ന് മുക്കി പിടിക്കും. ഇങ്ങനൊന്ന് അല്പനേരം പിടിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ഈ പീസിനെ എടുത്ത് ഈ പൗഡറിലേക്ക് തന്നെ ഇടും. ഇങ്ങനെ എല്ലാ പീസുകളും ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുക്കണം. ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മളെ വെള്ളത്തിൽ നിന്ന് ഇതിലേക്ക് എടുത്തിട്ടിരിക്കുന്ന പീസുകളിലേക്ക് വീണ്ടും ഈ കൂട്ട് ഇതേപോലെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. ഇതുണ്ടോ, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണം. ഇവിടെ നന്നായിട്ടാവുള്ളൂ. എല്ലാ പീസുകളും ആ മുക്കിയെടുത്ത പീസുകളെല്ലാം വീണ്ടും ഈ മാവിൽ ഇതേപോലെ പൊതിഞ്ഞെടുക്കണം. അപ്പം നല്ല കോട്ടിങ് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. എല്ലാ പീസും ഇതേപോലെ തയ്യാറാക്കി എടുക്കണം. ഇനിയും എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളതിൽ ഈ വെജിറ്റബിൾ ഓയിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഏറ്റവും നല്ലത് അതാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി നമ്മൾ ആ മുക്കി വെച്ചിരിക്കുന്ന ഓരോ പീസും എടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ 3 എണ്ണം ഇതിൻ്റെ അകത്ത് കൊള്ളത്തുള്ളൂ. അത്രയും ഫ്രൈ ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിക്കന് വേകാതെ വരും. മീഡിയം ഫ്ലെയിമിൽ കിടന്നത് 10-15 മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ഇതേപോലെ ശകലം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റ് എണ്ണയ്ക്കകത്ത് കിടന്നു ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ ഒരു 10 മിനിറ്റോളം തിരിച്ച് മറിച്ച് വിട്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതേപോലെ എല്ലാ പീസും തയ്യാറാക്കിയെടുക്കാം. KFC എല്ലാം തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കണം. കമൻറ്റുകളൊക്കെ എഴുതണം. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സഹകരിക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക്